ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ നാടൻ കറിയാ ചെയ്യാൻ പോകുന്നത്. നാടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ചക്കയുടെ സീസണൊക്കെ അല്ലേ, അന്നേരം ഒരു ചക്ക വെച്ചുള്ള ഒരു കറിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഒരു മീൻകറിയും. ഇത് പറയുമ്പം ഞാൻ നേരത്തെ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറയാം, ഓ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണേ. പക്ഷേ ഈ മീൻകറി എന്നാണെന്നറിയാം, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ചങ്ങനാശ്ശേരി തിരുവല്ല അങ്ങനത്തെ സൈഡിലൊന്നും ഈ മീൻകറി ഇല്ല. ശരിക്കും ഇത് പക്ക ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ കൂടുതൽ പേരും വെക്കുന്ന ഒരു കറിയായത്. വേറൊന്നുമല്ല, ഇത് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ സസ്പെൻസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, നല്ല ചക്ക വേവിച്ചതും നത്തോലി മീൻകറിയാണ് നമ്മളിന്നിവിടെ വെക്കാൻ പോകുന്നത്. അല്ലേ, ഞാൻ ഇന്നിവിടെ ആദ്യം ചക്കയ്ക്കാട്ടിലും മുന്നേ ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് നത്തോലിയാണ്. ഇനി ഞാൻ അത് എന്നൊക്കെ വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുകയല്ലേ, അന്നേരം തന്നെ നമ്മൾ മേടിക്കുന്ന ഒരു സാധനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കരുതാനും മാത്രമൊന്നുമില്ല, പക്ഷെ എന്നാലും നത്തോലി കറി വെക്കണമെങ്കിൽ സാധനങ്ങൾ വേണ്ടേ. ഇതിപ്പം ഞാൻ മേടിച്ചേക്കുന്ന ഏകദേശം 1/2 കിലോ ആണ്. അങ്ങനെയൊന്നും നത്തോലിക്ക് നമുക്ക് പറയാൻ ഒക്കുകയല്ല. എന്നാ പറയുന്നത്, മീൻകാരികൾ കൊണ്ടുവരുവാന്നേൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഒത്തിരി എന്നാ പറയുന്നത് 1/2 കിലോ താന്നൊന്നും പറയാൻ ഒക്കുകയല്ലോ. അന്നേരം നമ്മൾ എന്നാ പറയുന്നത്, 100 രൂപയുടെ തരൂ അല്ല 200 രൂപയ്ക്ക് തരൂ എന്ന് പറയാൻ പറ്റും. ഇത് ഇച്ചിരി വലിയ നത്തോലി എന്നാ മേടിച്ചതെന്നറിയാമോ, അതെ ഇച്ചിരി നുള്ളാനൊക്കെ ഇച്ചിരി എളുപ്പമല്ലയോ. അന്നേരം പിന്നെ ഇതാന്നല്ലേ, ചെറുതാന്ന് ആ രുചി എന്നൊക്കെ പറയുന്നത്. പക്ഷെ നത്തോലിക്കകത്ത് എന്നാ പറയുക, കറുത്ത നത്തോലിന്നോ വെളുത്ത നത്തോലിന്നോ ഒക്കെ ഉണ്ട്. ഈ വലിയ നത്തോലി ആണെന്നേലും നമുക്കറിയാലോ എന്നാ പറയുന്നത്, നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ പിന്നെ എടുത്ത് കൂട്ടാനും ഇച്ചിരിയൊക്കെ കാണുമേ, മുള്ളൊന്ന് മാറ്റാനും കിട്ടും. അതുകൊണ്ട് ഞാൻ വലിയ നത്തോലി എടുത്തതാ, കഴുവാൻ എളുപ്പം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണം. ചെറിയതാ കിട്ടിയെന്നും പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ, നേരത്തെ അതിനെ ഒന്ന് ഉള്ളി വൃത്തിയാക്കി വെച്ചേച്ചാൽ മതി. പിന്നെ എടുത്തേക്കെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങ ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഇതിപ്പോൾ പച്ചത്തേങ്ങയാണ്. ഞാൻ പച്ചത്തേങ്ങ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാ രുചി. പക്ഷെ ഇപ്പം എന്നാ ചെയ്യാനാ അല്ലേ, കാരണം ഒരാഴ്ചയായി ഇപ്പോൾ തേങ്ങ വെട്ടിച്ചേച്ച് അതങ്ങ് ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കറി വെക്കാതിരിക്കാൻ നോക്കുമോ, അതായാലും മതി. പിന്നെ ഇച്ചിരി മുരിങ്ങയ്ക്കായ, ഇതിപ്പം ഞാൻ ചെറുതായിട്ട് മുറിച്ചേക്കുക, ഇതിനെ ഒന്ന് കീറിയിടണം. പിന്നെ ഇച്ചിരി പച്ചമാങ്ങ ഇടുമ്പത്തേനുണ്ടല്ലോ നോക്കിയിട്ടാണേ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല അസല പുളിയാണ്, അന്നേരം ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളൂ. പിന്നെ ഇച്ചിരി പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും വേണ്ട, ഒരു 5 എണ്ണം മതി. അതാകുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാനേ ഉള്ളൂ, അമ്മയുടെ ഒന്നും കൊടുക്കണ്ട. ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ അമ്മയുടെ കൊടുത്തു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി വാളംപുളിയാണ്, അത് മാങ്ങായും പുളിയും കൂടെ നോക്കിയേച്ച് ഇട്ടാച്ചാൽ മതി, കൂടി പോണ്ട. പിന്നെ ആന്നേലും നമുക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേച്ചാൽ മതിയല്ലോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒഴിക്കാനേ ആ മീനൊക്കെ തിളച്ച് വാങ്ങാറാകുമ്പോഴത്തേന് അതിൻ്റെ മേളിൽ ഇച്ചിരി ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഇത് വെക്കാൻ ഏറ്റവും എളുപ്പം എന്നാന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് അതിൻ്റെ അരപ്പരയ്ക്കാൻ വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ, ഒരിച്ചിരി ഇപ്പം ഇത്രയും മീനിനാന്നേൽ ഈ പറഞ്ഞ കൂട്ടാണെന്ന് പറയാം, അരപ്പ് കൂടണ്ട, അതാ കണക്ക്. അങ്ങനെ കണക്ക് പറഞ്ഞാൽ എന്നാ കണക്കാന്ന് ചോദിക്കും. ഇപ്പം ഈ എന്നാ പറയുന്ന ഒരു 1/2 മുറി തേങ്ങ എടുത്തു, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു 5 എണ്ണം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് കുരു കളഞ്ഞേച്ച് ഇച്ചിരി പുളി എന്ന് പറയുമ്പോൾ ഇത് പിഴിഞ്ഞെടുക്കാം. ഞാൻ പക്ഷേ എളുപ്പത്തിന് നല്ല പുളിയല്ലേ, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുക. മിക്കപ്പോഴും ഞാൻ ഈ പറഞ്ഞുകൊണ്ട് സാമ്പാർ അല്ലാതെ മീൻകറി എന്നേലും വെക്കുവാണെങ്കിൽ ഈ പുളിയിട്ട് വെക്കുവാന്നേൽ ആ തേങ്ങയുടെ കൂടെ ഞാൻ അരച്ചെടുക്കും. പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നോക്കി വെച്ചു. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇനിയിപ്പോൾ നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം. മഷി പോലെ ഒന്ന് അരക്കിയത് ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, തരിയൊക്കെ വേണം.
ഞാൻ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ചട്ടി എടുത്തിട്ട് അതിനകത്ത് കലക്കണം. ഇപ്പം ഞാൻ എന്നാ പറഞ്ഞ അരച്ച് വെച്ച് ആ അരപ്പ് ഇതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ട് ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം. ആദ്യം ഒരു ഇച്ചിരി ഇടുക. എന്ന് വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇത് ഭയങ്കര പുളിയാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങായെ. അന്നേരം ഒരു 3-4 കഷ്ണേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ അന്നേരം ഇച്ചിരി ഒന്ന് മാങ്ങ ഒന്ന് വെന്തേച്ചും നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അല്ലെ പിന്നെ പുളിച്ചാച്ച് തിന്നാൻ ഒക്കുകയില്ല. ഇനിയിപ്പോൾ എന്നാന്നറിയോ? ഇതിനകത്തോട്ട് ഇച്ചിരി മുരിങ്ങയ്ക്ക കീറിയിടണം. ഈ നത്തോലി കറി വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ എനിക്കന്ന് ഈ മുരിങ്ങയ്ക്ക തിന്നാൻ ഒത്തിരി ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കൂടുതൽ ഇടുവാന്നേ. ഒരു എന്നാ പറയുന്നത്, ഇതൊരു വലിയ എരിവില്ലാത്ത പച്ചമുളക. അന്നേരം ഒരു 2 പച്ചമുളകും കൂടി എടുത്ത് കീറിയിട്ടേക്കുന്നതാണോ 4 കഷ്ണം തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് കലക്കി വെച്ച് വേണ്ടേ. ഉപ്പില്ല, പുളിയുണ്ട്. അപ്പം ഇനിയിപ്പോൾ മാങ്ങായൊന്നും ഇടണ്ട, ഇച്ചിരി ഉപ്പും ഇടാം. നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കണ്ടാ ഞാൻ പഠിച്ചത് കേട്ടോ. ഉപ്പുണ്ട്, ഇപ്പുണ്ട്. ഇനി മീനിടുമ്പോൾ ഇച്ചിരി കുറയും. അന്നേരം നമുക്ക് ഇട്ടേച്ചാൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം പറയും ഓ ഇത് മുഴുവൻ ഉപ്പാ അല്ലെ പുളിയാ എരുവാ എന്നൊക്കെ പറയും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേ നമുക്കൊന്ന് മുരിങ്ങയ്ക്കായും എന്നാ പറയുന്നത് മാങ്ങായും ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇന്ന് ഞാനൊരു കാര്യം ഞാൻ മറന്നുപോയി. എന്നാന്നോ, ചക്ക അരിയാൻ മറന്നുപോയി. ഇനി ചക്ക അരിയാൻ ഇച്ചിരി നേരം എടുക്കുകയല്ലേ. അന്നേരം പിന്നെ മുരിങ്ങയ്ക്കായും വേവിച്ചേച്ച് ചക്ക അരിഞ്ഞേച്ച് നമുക്ക് തിരിച്ചു വരാം. മീൻ വേവാൻ വെച്ചു, ഒരു വിധം ചക്ക അരിഞ്ഞു വെച്ചു. ഒരു വിധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഉഴപ്പി അരിഞ്ഞേക്കുവാന്ന്. ഇല്ല, ഞാൻ അതിൻ്റെ ഇടത്തിന് തന്നെ അരിഞ്ഞേക്കുന്നത്. പക്ഷേ ഇച്ചിരി ധൃതി കൂട്ടി അരിഞ്ഞു എന്നുള്ളത് സത്യമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ബ്രേക്കും ചോദിച്ചാൽ ചക്ക അരിയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അന്നേരം പിന്നെ അതിനെയൊക്കെ എന്നാ പറയുന്നത് വലിച്ച് പറിച്ചൊക്കെ എടുത്തൊക്കെ ഞാൻ അരിഞ്ഞു വച്ചു. എന്ന് പറഞ്ഞ് കാണാൻ വൃത്തിയോടൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ചക്കയായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന എന്നാ പറയുന്നത് മാങ്ങായും മുരിങ്ങയ്ക്കായും ഒക്കെ പകുതി വെന്ത് കഴിഞ്ഞു. പകുതിയല്ല, ഏകദേശം വെന്തു. എന്നാന്നറിയോ, നത്തോലിക്കൊന്നും അധികം നല്ല മണം വരുന്നുണ്ട്. നത്തോലിക്കൊന്നും അധികം വേവില്ല. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ നത്തോലി ഇടുക. ഇങ്ങോട്ടൊക്കെയാണ് നത്തോലി എന്ന് പറയുന്നത്. ചിലയിടത്തൊക്കെ ഇത് കൊഴുവ എന്ന് പറയും. ഇതിനകത്ത് ശരിക്കും ഉണ്ടല്ലോ മീൻകറി നോക്കിയാൽ എന്നതോ ഒരു കുറവുണ്ട്. എന്നതാ ശരിയാ, നിങ്ങൾ എന്നാ ആൾക്കാരാ നോക്കിയേ. ഇതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലേ എന്നാ മീൻകറിയായി എടുത്ത് ചാടി വെക്കുന്നത് അല്ലേ. കറിവേപ്പില ഇട്ട് ഞാൻ എടുത്തും വെച്ചില്ല. എന്നാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇച്ചിരി കറിവേപ്പില ഇടട്ടെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ രുചി കാണുകയില്ല. ചന്തയിൽ നിന്നൊക്കെ കറിവേപ്പില മേടിച്ചാൽ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ വിനാഗിരിയിലോ ഉപ്പിലോ ഇട്ട് കഴുകി വെക്കത്തുള്ളൂ. എന്നാലും പിന്നെ എന്നാന്നറിയോ ഒരു മനസ്സമാധാനക്കേടാ. അത് പിന്നെ ഒന്ന് എന്നാ പറയുന്നത് കഴുകി എടുത്തില്ലേ. എത്ര കഴിവാവോ അത്രയും നല്ലതാട്ടോ. ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും ചന്തയിൽ നിന്ന് മേടിച്ച് പഠിക്കരുത്. നമ്മുടെ പറമ്പിൽ ഒരു തയ്യേലും വെച്ചേക്കണം. അത്യാവശ്യമൊക്കെ എടുക്കാമല്ലോ എന്നും പറഞ്ഞ് വർത്താനം പറഞ്ഞ് കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്നാന്നോ ഇച്ചിരി മീനൊന്ന് വേവാൻ നേരം കൊടുക്കണേ. അന്നേരത്തേക്ക് മീൻ വേവാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ഒഴിക്കാവുള്ളൂ. അത് കണക്ക് പറയുവാണെങ്കിൽ എനിക്കറിയാൻ മേല. ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒന്ന് വട്ടം ചുറ്റിച്ച് വെക്കും എന്നേച്ചുണ്ടല്ലോ. ഇനി മീനൊന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചിടാം. ഇത്രയേ ഉള്ളൂ. ഇത് തിളച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നോ കുറച്ച് തീ അങ്ങോട്ട് സിമ്മാക്കി വെക്കണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ മീനേന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും. അന്നേരം നമുക്ക് ആ ഗ്രേവി കിടന്ന് ഇച്ചിരി മീൻ വേവുകയും ചെയ്യും. എന്നാ പറയുന്നത് ചക്കയിൽ ഒഴിക്കാൻ ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം.
ഇനി അടുത്തത് ചക്ക ഏത് പരുവായെന്ന് നിങ്ങളിങ്ങനെ ആകാംക്ഷയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഞാൻ അത്ര ഇച്ചിരിയാ കാണിക്കുമോ? അങ്ങനെയൊന്നും കാണിക്കുമല്ലെന്ന്. ഞാൻ നല്ലതായിട്ട് ഒരുവിധം അരിഞ്ഞിട്ടുണ്ട്. വേണ്ട നോക്കിക്കേ, വേണ്ട ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു 10-25 ചോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഒരുവിധം വൃത്തിയില്ലേ ഞാൻ അരിഞ്ഞത്? ഉണ്ട്. ഇത് അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതും ഞാൻ പച്ചത്തേങ്ങ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഉണ്ടാക്കിക്കോണം ഉള്ള തേങ്ങ വെച്ച്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി ജീരകം, പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി മാത്രം ഒരു ഇച്ചിരി കൂടുതൽ കരുതിക്കുമോ. എന്നാന്ന് വെച്ചാൽ ചക്ക പൊതുവെ ഗ്യാസാണെന്നാണ് പറയുന്നത്. അന്നേരം പിന്നെ ആ ഗ്യാസ് അത്രയും ഉണ്ടാവുമല്ല വെളുത്തുള്ളി ചേർക്കുമ്പോൾ. പിന്നെ ചിലരാണെങ്കിൽ മുളക് പൊടി ഇടും. ഇവിടെ ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പച്ചമുളക. ഇത് കണ്ടോ, ഈ പച്ചമുളക ഞാൻ പറയുന്നത് ഇത് ഇച്ചിരി നിറം കൂടുതലല്ലേ, ഇതിനാന്നേല അധികം എരിവ് ഉണ്ടാവുകയില്ല. ഇനിയിപ്പോൾ എന്നാണെന്നറിയോ, ഇതിന് വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരപ്പരയ്ക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചക്ക വേവുന്നതിനൊരു പരുവുണ്ടേ. എന്നതാണെന്നറിയാവോ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ചക്കച്ചോളം എടുക്കുവാണെങ്കിൽ നീളത്തിൽ അരിയുവാന്നേൽ ചക്ക കുഴയുകയില്ല. മറ്റ് നമ്മൾ തിരിച്ച് അരിയുവാണെങ്കിൽ ചക്ക നല്ല കുഴഞ്ഞ് ഏത് പരുവാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ അരിയാം. ഇതിപ്പോൾ ഞാൻ ധൃതി പിടിച്ചൊക്കെ അരിഞ്ഞുകൊണ്ട് അതേത് പരുവാകുമെന്ന് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എന്നും പറഞ്ഞ് ഞാൻ ഒരു ചീത്ത ഒരു ചക്ക വേവിച്ചൊന്നും ഉണ്ടാക്കുകയില്ല. ഇനി ഇതിവിടെ ഇരുന്നേച്ച് ഇപ്പോൾ ഉപ്പിടണ്ട കേട്ടോ. ചില ചക്കയാന്നേൽ വേവാത്ത ചക്കയുണ്ട്, അന്നേരം കുഴയാത്ത ചക്കയുണ്ട്. അന്നേരം നമുക്കിപ്പോൾ ഉപ്പിടണ്ട. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് ഇട്ടേച്ചാൽ മതി. എന്നുവെച്ചാൽ നമുക്ക് അരപ്പിനകത്ത് അരയ്ക്കാനുള്ളത്, അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവാൻ വയ്ക്കും. ചക്ക ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ചേച്ചി ആരാന്നറിയാവോ? നമുക്ക് എല്ലാവർക്കും ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേച്ചിയുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ മിക്കപ്പോഴും ചേച്ചിയെ അറിയുന്ന എങ്ങനെയാണെന്നറിയോ, നമുക്ക് അടുത്തടുത്ത ആൾക്കാരുമായിട്ടൊക്കെ ഒത്തിരി സിമിലാരിറ്റീസ് തോന്നും. മാത്രമല്ല ചേച്ചി എപ്പോഴും പോസിറ്റീവാണ്. ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചി എപ്പോഴും പോസിറ്റീവാണ്. നമ്മുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളൊരു എന്നാ പറയുന്നത് ഒരു ടെൻഷൻ പിടിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യുവാന്നേൽ ചേച്ചി വന്നാൽ അതിനെ എങ്ങനെയാണ് അതിനെ ഈസി ആക്കി കളയുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. അത്ര നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചി വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചി തന്നെയാണ് വരുന്നത്. ഇപ്പം നമുക്കൊരു സന്തോഷം തോന്നില്ല. ഇപ്പം ആ കൽപ്പന ചേച്ചിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് ഒരു എന്നാ പറയുന്നത് ആ ചേച്ചി എന്നൊരു ഫീലിംഗ് ഇല്ലേ. അത്ര നല്ല പോസിറ്റീവ് എനർജിയുള്ള ചേച്ചിയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എന്നാ പറയുന്നത് അടപ്പ് തുറക്കുകയില്ല. ചേച്ചിക്ക് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട് അടപ്പ് ഞാൻ തുറക്കുകയില്ല. അതിരുന്ന് വേവട്ടെ ഇച്ചിരി നേരം. ഇനി അരപ്പ് ചക്കയ്ക്കുള്ള അരപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് നിത്യം അറിയാവുന്ന ഒരു അരപ്പ് തന്നെയാണ്. പക്ഷേ ഒരു ഇച്ചിരി വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പല നേരത്തൊക്കെ പല സ്ഥലത്തൊക്കെ പലതല്ലേ അരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അരയ്ക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി തേങ്ങ ഇടുക. ഒരു ഇച്ചിരി ഞാനൊരു എന്നാ പറയുന്ന ഒരു അരമുറി തേങ്ങയെ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ ഒരു കപ്പ വേവിച്ചില്ലായിരുന്നു, അതേ കൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടി എന്നാന്നറിയാം ഒരു കുറച്ച് ഒരു 4 ചെറിയ ഉള്ളി. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഇച്ചിരി ഒരേട്ടെണ്ണം ഇട്ടു. എന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം മാറാനായിട്ട് നല്ലതായത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാവരും ജീരകം അരയ്ക്കും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുകയില്ല, അതിന് പകരം മുളക് പൊടിയാണ് ഇടുന്നത്. എന്നാൽ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജീരകവും ഇട്ടു, മുളക് പൊടി ഇടുന്നില്ല. അതിന് പകരം ഞാൻ പച്ചമുളകാണ് ഇടാൻ പോകുന്നത്. ഇങ്ങനെ ഇടുന്നതാ ശരിക്കും ജീരകം ഇടാതെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടേച്ചാ കോട്ടയം സൈഡൊക്കെ ചെയ്യുന്നത്. ഇവിടെ ആണെന്നില്ല ചുമന്ന മുളകും ജീരകമാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തേക്കുക. നമുക്ക് ഒരിക്കലും തല്ലുണ്ടാക്കരുത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക. ചക്ക വേവിച്ചതിനും കപ്പ വേവിക്കുന്നതിനും ഒക്കെ ഉണ്ടല്ലോ അരപ്പ് എപ്പോഴും ചതച്ചെടുത്തേച്ചാൽ മതി. അങ്ങ് അരച്ച് നമ്മൾ മീൻകറി വെക്കുന്ന കൂട്ടൊന്നും വയ്ക്കണ്ട.
ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് തുറക്കാൻ പോവാം. പക്ഷേ ഞാൻ കാര്യമൊന്നും പറയല്ല. കാര്യം എന്നാന്നോ, നമ്മുടെ ആ കറിയുടെ ഗുണമൊന്നും കളയണ്ടല്ലോ. അന്നേരം പിന്നെ ഞാൻ അതിൻ്റെ അഭിപ്രായമൊന്നും പറയുകയില്ല. ഇപ്പം നത്തോലിയൊക്കെ നല്ലതായിട്ട് അങ്ങ് വെന്തു. ചാറ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച്, അതല്ല ചാറ് വേണ്ട ചിലയിടത്തൊക്കെ ആണെങ്കിൽ നല്ല പറ്റിച്ചെടുക്കുവേ, അതിനാന്നും ഇച്ചിരിയും കൂടി ഒന്ന് രുചി വരുന്നത്. അത് അങ്ങനെ ഏത് തരമാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പം നത്തോലി ചട്ടിയെ തന്നെ ഞാൻ ചില സമയമൊക്കെ വീട്ടിലുണ്ടല്ലോ മീൻകറിയൊക്കെ വെക്കുവാന്നാൽ ചട്ടിയോടുകൂടി തന്നെ കൊണ്ട് മേശപ്പുറത്ത് വെക്കും. എന്നാന്ന് വെച്ചാൽ ശരിക്കും ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് തിന്നാനാണ് ഒത്തിരി രുചിയെ. നമ്മൾ ഭയങ്കര പാത്രത്തെ വെച്ച് ആ ഒരു രുചി വരികയല്ല. ഞാൻ ചട്ടിയോടുകൂടെ തന്നെ ഡൈനിങ് ടേബിളിന് മുന്നേ കൊണ്ട് വെക്കും. അതുപോലെ ചട്ടിയിൽ നിന്ന് മീൻകറി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും മീൻ ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞു. ഇനി ഇരുന്ന് ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ഇരുന്നൊന്ന് കുറച്ചൊന്ന് പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചേച്ച് ഒരു ചുറ്റ് നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും കൂടെ ഒരു ചുറ്റ് അത്രേ വേണ്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്നാ ചെയ്യണം, നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കാം. ഇനി നമ്മുടെ ചക്ക എന്നാ വരുവായെന്ന് നോക്കണ്ടേ. ചക്ക ഇച്ചിരിയും കൂടി ഒന്ന് വേവാനുണ്ട്. ചക്കയ്ക്ക് ഇച്ചിരി വേവുള്ള ചക്കയാന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് ചെറിയ തീയിലിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്ത് കുഴച്ചൊന്നും എടുക്കണ്ട അല്ലേ. എന്നാൽ ഒരു സെമി കുഴച്ച് അങ്ങനത്തെ ഒരു പരുവത്തിൽ നമുക്ക് ചേച്ചിക്ക് കൊടുത്തേച്ചാൽ മതി. ചക്ക നല്ല വെന്തു. ഇനിയിപ്പോൾ എന്നാന്നറിയോ, അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇടുക. ഇളക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ എന്നാ ചക്ക വേവിച്ചതാ. ഈ ചക്ക വേവിച്ചത് മീൻകറിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, എന്നാ മീൻകറി ആണെങ്കിലും തലേന്ന് വെച്ച് വയ്ക്കണം. എന്നേച്ചുകൊണ്ടല്ലോ നല്ല എൻ്റെ വീക്ക് പോയിൻ്റായ ചെമ്പാവരി ചോറാവാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴയങ്ങഞ്ഞിയാവാം. മീൻ എപ്പോഴും തലേന്ന് വെച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി പച്ചവെളിച്ചെണ്ണ, പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന അരപ്പൊന്ന് വേവാനായിട്ടേ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ആവി കയറാനായിട്ട് മാത്രം. അത് ഈ പറഞ്ഞ പോലെ തന്നെ മിക്സി കഴുകി ഒഴിച്ചാലും മതി, ഒരുപാടങ്ങ് ഒഴിക്കരുത്, ഇച്ചിരി. ഇനിയിപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വേവിച്ചു. ഈ പറഞ്ഞ പോലെ അരപ്പിട്ടേക്കുക. ഈ പറഞ്ഞ പോലെ അരപ്പൊന്ന് ഇച്ചിരി വേവണ്ടായോ, അന്നേരം ഒരു ഇച്ചിരി നേരത്തേക്ക് അതൊന്ന് അടച്ചിടണം. ഇനിയിപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ മീനൊക്കെ വെക്കുവാന്നേൽ എപ്പോഴും ചട്ടിക്കകത്ത് വെച്ചേച്ച് ഇതിന് ഈ പാത്രത്തിലോട്ടൊന്നും വിളമ്പാൻ നിൽക്കരുത്. ചട്ടിയോട് കൂടെ തന്നെ മേശപ്പുറത്ത് കൊണ്ട് വെക്കണം. ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എന്നാണെന്നറിയോ, ഈ ഒരു മീൻകറിയും നല്ല ചൂട് ചെമ്പാവരി ചോറ് അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഴയങ്ങഞ്ഞിയും ചക്കയും മീനും ഇച്ചിരി തൈരും ഉപ്പും എല്ലാം കൂടെ ഇട്ട് ചേച്ചി ഇത്ര വലിയ പാതകക്കാരിയായി. പാതകമോ അല്ലടാ, കൊച്ചിലെ ഞാൻ ആലോചിക്കും, വളരെ കുഞ്ഞിലെ എനിക്കറിയാം, കൊച്ചിലെ അമ്മ അല്ലല്ലോ മോടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രി വന്നു. ഇപ്പം ഇത്ര മനോഹരമായി ഓരോന്നുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചത്, എനിക്കിവിടെ വരണമെന്ന് ചോദിച്ചത്. ചേച്ചി അതെന്നാന്നോ, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ശരിക്കും ഏട്ടൻ്റെ അമ്മയ്ക്കാ കൊടുക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ കൂട്ട് ചായ ആണെന്നറിയാം, പാലാണെന്നറിയാം, അത് ചേർക്കണം എന്ന് പറയാം, പക്ഷെ എന്റെ റേഷ്യോ ഒന്നും അറിയാൻ മേലേ. പക്ഷെ എന്നെ ആ ഒരു സ്ഥാനമൊക്കെ അടിസ്ഥാനം പഠിപ്പിച്ചു തന്നത് അമ്മയാ കറക്റ്റായിട്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേച്ചി എന്നോട് തന്നെ ഈ ഒരു മീൻകറിയും ചക്ക വേച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വാ വിളിച്ചു പോയി. ചേച്ചി കാര്യം എന്നോ, ചേച്ചി കഴിഞ്ഞ എപ്പിസോഡിലുണ്ടോ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ഡിഷസ് ഒക്കെ വിളമ്പിയേച്ച് ഞാൻ കണ്ടു അല്ലേ. അപ്പത്തേക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നേ. അതിന്റെ ഇടയിൽ ചേച്ചി ചക്കയും മീൻകറിയും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടു. ഞാൻ വിചാരിച്ചു ചേച്ചി ചിലപ്പം വല്ല ചിക്കനോ വല്ല വെറൈറ്റി ഡിഷസോ അതൊക്കെ പറയുമായിരിക്കുമെന്ന്. ഞാൻ മോളെ അന്നും ഇന്നും എന്നെ അറിയാവുന്നവർക്കറിയാം. രാജചേട്ടനൊക്കെ എവിടെ മണിമല രാജചേട്ടനൊക്കെ പറയും, അമേരിക്കയിൽ പോയാലും എനിക്ക് ചോറ് മസ്റ്റാടാ. ചേച്ചി എനിക്കും പറ്റത്തില്ല. രാത്രി ഇനി എന്തൊക്കെ ഡയറ്റ് പണ്ട് ഞാൻ സിനിമാ ഫീൽഡിൽ നമ്മൾ ആ ഒരു യങ് ഏജിൽ 25 years
ബാക്കൊക്കെ എന്താന്ന് വെച്ചാൽ മീനാക്ഷി ശേഷാദ്രിയുടെ പാട്ട് കാണും. ഞാൻ ശപഥം ചെയ്യുകയാണ് ഉടനെ, ഞാൻ ഇനി ഫുഡ് കഴിക്കുന്നില്ല, മീനാക്ഷി ശേഷാദ്രി ആയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മുഖം എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ശരീരത്തിൻ്റെ വെച്ചിട്ട്. അപ്പം മുഖം അതുപോലെ വരും എന്നാണ് എൻ്റെ മനസ്സിൽ. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് എനിക്ക് ചോറ് വേണ്ട. എൻ്റെ അമ്മ അത് രസകരമായി പറയും, ചോറ് രാവിലെ ഇഡ്ഡലി, എനിക്ക് ഏറ്റവും ഇഷ്ടം പൊങ്കൽ എന്ന് പറഞ്ഞ സംഭവം. ഇന്ന് ഇഡ്ഡലി ഉണ്ട് ഇവിടെ, ദോശ വേണോ മക്കൾക്ക്, അത് കഴിക്കുമോ? ഞാൻ വേണ്ടമ്മ, എനിക്ക് എന്തോ വിശന്നൊട്ടും നിൽക്കാനൊക്കത്തില്ല, എനിക്ക് വിശപ്പേ സഹിക്കാൻ പറ്റത്തില്ല. കൊച്ചെ കാര്യം പറ വെച്ചേ, പിന്നെ നീ എന്തോ കഴിക്കാൻ പോകുന്ന? അപ്പൊ പൊടിമോള് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം. പൊടിമോക്ക് പഴങ്കഞ്ഞിയും ഞാൻ ഈ പറയുന്ന കപ്പയും ചക്കപ്പുഴുക്കും, പൊടിമോള് നിറയെ മുളകും കഴിക്കും, അതിന്റെ കൂടെ കാന്താനി മുളക് കടിച്ച് തിന്നുകയും ചെയ്യും. അതായിരുന്നു പൊടിമോളുടെ ഫുഡ്. അപ്പൊ കലച്ചേച്ചിക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. കലച്ചേച്ചിക്കും പഴങ്കഞ്ഞി, ഭയങ്കര എരിവ് കഴിക്കും അവര്. അപ്പോൾ കലച്ചേച്ചിയുടെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി, അയില വാങ്ങിക്കാറില്ല ഞങ്ങൾ പൊതുവെ, അയില വീട്ടിൽ കഴിക്കില്ല. മത്തിയും നെത്തോലിയില്ലേ, ഇത് രണ്ടുമാണ് നമ്മുടെ ഫേവററ്റ്. അപ്പം ഇത് വാങ്ങിച്ച ഉടനെ തലയ്ക്ക് നിൽക്കും കലച്ചേച്ചി. അന്ന് നിൽക്കുന്ന ഏത് ചേച്ചിമാർ, തല തരണേ, എനിക്ക് തല തരണേ, മീൻതല ബുദ്ധി വരാനാണെന്നാണ് വിചാരം. കാരണം അവൾക്ക് കുറച്ച് റേഷ്യോ കുറവാണ്. അപ്പോൾ ഈ മത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് അവൾ പുളിയും മുളകും മാങ്ങിയിട്ടിട്ട് തേങ്ങ അരയ്ക്കാതെ, അത് അവരുടെ ഒരു സെക്ഷൻ, മുളക് കൂട്ടി. പൊടിമോളും കലച്ചേച്ചി ഇത് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. കാരണം ഞാൻ എരിവ് ഒട്ടും കഴിക്കത്തില്ല. ഇപ്പോഴും എനിക്ക് എരിവ് വേണം. അപ്പോൾ സാമ്പാറിൽ ഞാൻ പഞ്ചസാര ഇടും, പിന്നെ രസത്തിൽ മധുരം ഇടും. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരുടെ പൊതുവെ ഇത്തിരി ശർക്കര ഇടും, ഇഞ്ചിക്കറി പോലെ രസത്തിലും. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടും ശർക്കര. അതാണ് ഇത്തിരി ശർക്കരയോ നമ്മളിടും. എൻ്റെ അമ്മയുടെ അമ്മ അങ്ങനെയാണ്. അപ്പോൾ നല്ല മധുരമുള്ള ഇളം സാമ്പാറും എരിവുള്ള എന്തെങ്കിലും. അപ്പോൾ ഈ സമയത്ത് മീനില്ലാത്തൊരു ഇത് എൻ്റെ വീട്ടിൽ ഇല്ല. മീൻ, കാരണം മീനാവുമ്പോഴാ ഒരൊറ്റ കറി അങ്ങ് വെള്ളം പോലെ വെച്ചാൽ മതി. പച്ചക്കറികൾക്കാണ് ചോയ്സ്. സത്യം ഇല്ലേ, എന്നും ഒരു സാമ്പാറും അവിയലും എന്ന് പറഞ്ഞാൽ ആര് കഴിക്കും? അപ്പൊ അങ്ങനെ കലച്ചേച്ചി ഇവർക്ക് മീനിനോടായിരുന്നു താല്പര്യം. അപ്പം ഞാൻ പറയും, എനിക്കൊരു കാര്യം ചെയ്യും അമ്മ, ആലോചിച്ചെടുത്ത് ഞാൻ ഏത് ഡയറ്റല്ലേ, ബട്ടർ ബിസ്ക്കറ്റ്, വെരി ഗുഡ്, ബട്ടർ ബിസ്ക്കറ്റും. അപ്പോൾ എൻ്റെ അനിയൻ ചോദിച്ചു, നീ ബട്ടർ ബിസ്ക്കറ്റ് എന്ന് ചേച്ചി ഉദ്ദേശിക്കുന്ന ആ പട്ടിപ്പുറയാണോ? പട്ടിക്കൊരു പുറ കൊടുക്കൂടാ, പുറ എന്നൊരു സാധനം തമിഴ്നാട്ടിൽ പുറ കൊടുപ്പാ, 10 പൈസ പുറ ഒരു ടീയും കൂടെ കടിക്കുന്നത്, അത് പട്ടികൾക്കും കൊടുക്കും. അപ്പം അത് പട്ടിപ്പുറ എന്നാണ് നമ്മൾ പറയണേ. പോടാ, പട്ടിപ്പുറയല്ല, ബട്ടർ ബിസ്ക്കറ്റ് നിനക്ക് അറിഞ്ഞൂടെ, വെണ്ണ ചേർത്തുകൊണ്ട്. മക്കളെ അത് കൂടുതൽ പവറുള്ളതാണ്. അമ്മ ചുമ്മാ ഈ അമ്മ മീനാക്ഷി ശേഷാദ്രിയൊക്കെ കഴിക്കുന്നതാ. അതും പച്ചപ്പഴയിലിട റൊബസ്റ്റ പഴുത്ത് കിടുന്നു. അപ്പം ഇനി പുട്ട് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പുട്ടും ഈ റൊബസ്റ്റ പഴുത്ത പഴം. അപ്പം പുട്ട് വേണ്ട, ഇത് മാത്രം. അപ്പം ഇങ്ങനെ ഇത് കഴിച്ചേ, ഒരു 11 മണിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിടാ, 1 മണിയായപ്പോൾ ചോറിൻ്റെ മണം വരുന്നു, കറിയുടെ. മീനാക്ഷി ശേഷാദ്രി നാളെ അവിടെ സർക്കാർ ഇന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ അത് മാറി. ഇങ്ങനെ കുറേ നാൾ നിന്ന് മെലിയുന്ന അവസ്ഥയില്ലടാ. ഞാൻ വിചാരിച്ചു, പട്ടിണി കിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാ? വയറ് നിറച്ച് കഴിക്കാൻ. പട്ടിണി കിടന്ന് നമ്മൾ കാശുണ്ടാക്കുന്നു, താഞ്ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം നമ്മൾ ഇതൊക്കെ ഒന്നും കഴിക്കാതെ അരിഷ്ടിച്ച് കാശുണ്ടാക്കി വെച്ച് നാളെ വാവളന്നു പോയാ ഒന്നും തിന്നാതെ മേളിപ്പോയെന്നുള്ള ദുഃഖവും. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഡയറ്റ് എന്നൊരു സംഭവം എൻ്റെ ലൈഫിലില്ല മോളെ. നൈറ്റ് ചോറ് മസ്റ്റാണ്. അതിനി അമേരിക്കയല്ല, ജർമ്മനിയല്ല, ജപ്പാനല്ല, എവിടെ ചെന്നാലും പാതിരാത്രി ഞാൻ ചോറും കിട്ടേ കിടക്കും. ഇപ്പോഴും ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലും രാത്രി നന്നായിട്ട് വേവണം എനിക്ക് ചോറ്. ഇപ്പൊ ഡബിൾ ബോയിൽഡ് റൈസ്. അപ്പൊ ഈ വടിപോലി പെണീറ്റ് സല്യൂട്ട് അടിക്കുമല്ലോ, അതാണല്ലോ ഹോട്ടൽസിലൊക്കെ ബാസ്മതി. അതിങ്ങനെ പരേഡിന് നിൽക്കും പോലെ പ്ലേറ്റിലിട്ടാൽ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇവനെ എടുത്ത് ഞാൻ തമാശ പറയലടാ, ആ 2 ചോറെടുത്ത് നമുക്ക് ഈ അടപ്പ് പൊക്കാം. അപ്പൊ ആലോചിച്ച് നോക്കാം അതിന്റെ പവർ. അപ്പൊ ഞാൻ പറയും, ഏതരിയോ ആവട്ടെ, പച്ചരി ആയാലും മതി, കുഴഞ്ഞത് തന്നാൽ മതി. ഒരു ഫിഷ് കറി ധാരാളം മതി. വേറെ ഞാൻ പറയും, അച്ചാറ്, പിക്കിൾ, പപ്പഡ് ആൻഡ് ഇപ്പൊ പറഞ്ഞ ഒന്നും വേണ്ട, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറേ ഇല്ല. സോ ഇപ്പൊ പറഞ്ഞ കൈ വെച്ചോ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അന്തസ്സിന് ചേർന്നതല്ല. അല്ല മാം, യുനോ വെജിറ്റബിൾ ആൻഡ് കൂടുതൽ സംസാരിക്കല്ലേ, ഇതൊന്നാ വിശന്നേക്കുക. വെറും വയറ്റിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രോബ്ലമാണ്. അങ്ങനെ ഇത് മാത്രമാണ്. ഇന്നലെ രാത്രി വരെ ചോറ് കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പം ഞാൻ ഈ പ്രോഗ്രാം നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തെല്ലോ സാധനം കൊച്ചെങ്ങനെ ഇതൊക്കെ അവൾ എങ്ങനെ പഠിച്ചോള്, കൊച്ചിലെ കുടുംബിനിയായി, അതിനിടയ്ക്ക് ഇതൊക്കെ പഠിച്ച് ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ടായെന്ന് പറഞ്ഞപ്പം എനിക്കൊരു അസൂയ. ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഞാൻ, ഒരു കുന്തവും നമുക്ക് വെക്കാൻ അറിഞ്ഞുകൂടാ, ഇതൊക്കെ പഠിച്ചൊരു കൊച്ച് ഒരു തരത്തിലും ഒക്കെ കിട്ടാത്ത, സീസണിൽ കിട്ടാത്തൊരു സാധനം എനിക്ക് പറയണം. പക്ഷേ ചേച്ചി പറഞ്ഞത് നല്ലൊരു സാധനം തന്നെയാണ്. എടാ, അപ്പം നമുക്കിത് എടുത്തുകൊണ്ട് അങ്ങ് പോയാലോ? പിന്നെന്താ. ഞാൻ ശരിക്കും പറഞ്ഞോ, ചേച്ചി എൻ്റെ എപ്പിസോഡിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോഴല്ലോ,
ചേച്ചി എന്നോട് പറഞ്ഞ ഒരു മെയിൻ കാര്യം എന്നാന്നറിയാവോ? എടി മോളെ, എനിക്കൊരു സന്തോഷമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നെ വെച്ച് പരീക്ഷിക്കരുത് എന്ന് മാത്രമേ പരീക്ഷിക്കരുത് മോളെ. അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ നമ്മൾ പറയും നന്നായിട്ട് ഫുഡ് വെച്ച ഒരാൾ തരുന്നതിനേക്കാളും അവരുടെ ആ ഒരു വർത്തമാനമില്ലേ, നമ്മുടെ വയർ ആദ്യമേ അതിൽ നിറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ അതാ മോളെ ആലോചിച്ച്. ഇത്ര കുഞ്ഞിലേ നീ അമ്മയായതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങളോട് നീ പെരുമാറുന്ന രീതി. കാരണം എൻ്റെ അമ്മ അങ്ങനെ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നത്. കുഞ്ഞിനത് വേണോ, കുഞ്ഞിനത് ചെയ്യാമോ? കാരണം ഇന്ന് പലരും കൊച്ചു കുഞ്ഞുങ്ങളെ, എന്താ പേര്, അഞ്ജന തോമസ്. അഞ്ജന തോമസ് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? അഞ്ജന തോമസിൻ്റെ അച്ഛൻ വന്നിട്ടില്ലേ കൂടെ? അഞ്ജന തോമസ് വരൂ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിശയം തോന്നും മോളെ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്ത് രസമായിട്ട് പെരുമാറുന്നു, അതാണ് ഏറ്റവും പ്ലസ്. രണ്ടാമത് അങ്ങനെ ഒരാൾ വിഷം തന്നാലും ടേസ്റ്റ് ആയിരിക്കും, അത് വേറൊരു കാര്യം. അത് തമാശ പറയല്ല, അതാണ് മോൾ ആദ്യം നീ അത് കീപ്പപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അത്രയും സ്നേഹമായിട്ട് ആ വിളമ്പുമ്പോൾ തന്നെ അത് നല്ലൊരു ഡിഷായിട്ട് മാറും. നമുക്കിത് എടുത്താലോടാ? പിന്നെന്താ, ചേച്ചിക്ക് വിളമ്പി തരാം. അതിന് കണ്ണും മൂക്കും ഒക്കെ വരച്ചിരിക്കുന്നത്. ഞാനത് കറിവേപ്പില ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ. അത് ഈ കറിവേപ്പില ഇടുന്നുണ്ടല്ലോ ചേച്ചി, എനിക്കൊരു വീക്ക്നെസ്. അത് കറിവേപ്പില ഏറ്റവും നല്ലതുമാണത്. അതാണ് അതിന്റെ ഔഷധം ആർക്കെങ്കിലും അറിയാം. അവസാനം എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ കറിവേപ്പില പോലെ ദൂരെ കളയും. പക്ഷെ കറിവേപ്പില തിന്നു. ഇപ്പൊ തലമുടി വരെ വളരാൻ കറിവേപ്പില വേണോന്ന്. യു ബെസ്റ്റ് അല്ലേ കറിവേപ്പില? ഞാനീ പറഞ്ഞ പോലെ എടുത്ത് കളയും, നമുക്ക് മുടി ഒത്തിരി ഉണ്ടല്ലോ, ഇത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പൊ മോളോട് പറയും, കറിവേപ്പില മുടി വളരാൻ ബെസ്റ്റ് അല്ലേ, നല്ലതാണോ ചേച്ചി കഴിച്ചിട്ട്? ആ ഒരു ഇളം മധുരവും അത് ഇവിടെ മാത്രം കഴിച്ചുകൊണ്ട് രുചി പറയാൻ പറ്റില്ല. ചേച്ചി ചക്കയാണ് ആദ്യം കഴിച്ചല്ലേ, ചേച്ചിയുടെ ഫേവറേറ്റ് നത്തോലി. ഓ, കുഴിഞ്ഞിടുക ഇതൊന്നാടാ. കാരണം നമ്മളൊരു സേഫ്റ്റി സൈഡ് നോക്കണമല്ലോ ഏത് കാര്യം. ഈ വശം വലിയ കുഴപ്പമില്ല, ഈ ഏരിയ ഈ വശത്തൊന്നും എടുത്തു നോക്കട്ടെ, കൊള്ളാവൊന്നും. ഞാൻ ഒരു ചട്ടിയിൽ ഇട്ടുണ്ടാക്കിയതാ, പല ചട്ടിയല്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല മോളെ. ഇപ്പൊ ഒരു വീട്ടിൽ 5 മക്കള്, 5 ഗുണമല്ലേ കാണിക്കുന്നത്? ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളല്ലേ. അപ്പൊ എന്ത് പറഞ്ഞിട്ട് നമ്മൾ വിശേഷമില്ലല്ലോ. നീ എടുത്തു പിടിച്ചത് അവിടെ നിന്നാണെങ്കിലും ഈ വശം നോക്കട്ടെ, കൊള്ളാവൂന്ന്. ഇതിപ്പോ 4 വശം നോക്കേണ്ടി വരും മിക്കവാറും. 4 പോരടാ, മിസ്റ്റേക്ക് ഉണ്ടോ? മതി. എന്തോ ഒരു കുഴപ്പം. നീ എന്തൊക്കെ ഇട്ട് അരച്ചു അത് പറ. എന്തൊക്കെ ഇട്ട് നീ അരച്ചു? പറഞ്ഞുകൊണ്ടിരിക്കണം, നീ സംസാരിക്കും, എന്നെ ശ്രദ്ധിക്കരുത്. സംസാരിച്ചോണ്ടിരിക്കും. എന്തൊക്കെ ഇട്ട് അരച്ചു പറ. ഞാൻ അരക്കുന്ന മൊത്തം പറഞ്ഞേക്കട്ടെ. നീ പറഞ്ഞോ. ഞാൻ കേൾക്കുന്നില്ല എന്നുള്ള നിനക്ക് വിഷയമല്ല, ഞാൻ പറഞ്ഞ മാത്രം നീ ചെയ്താൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. തേങ്ങായ, മഞ്ഞപ്പൊടി, മുളക് പൊടി. സ്പീഡിൽ പറയണോ പതുക്കെ പറയണോ? പതുക്കെ പറഞ്ഞാൽ മതി മോളെ, ഒന്നും അത്യാവശ്യമില്ലല്ലോ. നമ്മൾ അത്ര അടുത്ത് എന്റെ അനിയത്തി കുഞ്ഞല്ലേ നീ, അനിയത്തി കുഞ്ഞല്ലേ, അപ്പൊ ഒരു അവസരം കൂട്. ഇപ്പൊ ഞാൻ കേൾക്കുന്നില്ല എന്നുള്ള നിനക്ക് വിഷയമല്ല, നീ പറഞ്ഞോണ്ടിരിക്കും, ഞാൻ ഒന്ന് സന്തോഷിക്കട്ടെ. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാലോ, ചേച്ചി പതുക്കെ പറയാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇച്ചിരി പതുക്കെ പറഞ്ഞു കൊടുക്കാം. പതുക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഫാസ്റ്റ് ആയിട്ട് നീ പറഞ്ഞു ചേച്ചി എടുക്കാം. ചേച്ചി അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്ലീസ്. ഒരു ഒറ്റ കാര്യമുള്ളൂ ചേച്ചി, ഒരു ചട്ടിയിൽ കൂടെ നമുക്ക് എന്നാ പറയുന്നത് പല സ്വഭാവമാണെന്ന് പറഞ്ഞില്ല. ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ പല സ്വഭാവമാണ്. ചേച്ചിയും ഉർവശി ചേച്ചിയും ചേച്ചിയും കൂടെ അഥവാ പാചകം ചെയ്യാന്ന് വെച്ചോ, ആർക്കായിരിക്കും ഏറ്റവും നല്ലതായിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നത്? പാചകം ഞാൻ പറഞ്ഞുതരാം. ഒന്നും പാചകം ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയും ചോറുവാ. സാമ്പാർ, ഞാൻ പറഞ്ഞ അവിയലും ചമ്മന്തി. ഇതെനിക്ക് പിങ്ക് കളറായിരിക്കണം എൻ്റെ ചമ്മന്തി, ഒത്തിരി അരയാതെ. അതെൻ്റെ അമ്മ, കാരണം ചമ്മന്തി മാത്രം ഒരാൾ സ്ട്രെയിറ്റ് കൈകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ അമ്മ തന്നെ അരയ്ക്കണം എന്ന് എനിക്കുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കലച്ചേച്ചി, ഞങ്ങൾ പണ്ട് അശോകനഗർ വീട്ടിലുള്ളപ്പോൾ കലച്ചേച്ചി അന്നേ ഒരുവിധം എല്ലാം പാചകമൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ആന്ന് ഞങ്ങളുടെ വീട്ടിൽ 3 സ്ത്രീകളുണ്ട്, കിച്ചണി മാത്രം 2 പേരുണ്ട്. പക്ഷേ അവൾ കയറി ഓരോന്ന് പരീക്ഷിക്കും. ചില പരീക്ഷണങ്ങളൊക്കെ മോളെ ആയുസിൻ്റെ ബലത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് കേൾക്കണ്ട, ഇന്ന് എക്സ്പെർട്ടാണ്. പൊടിമൂളി ചെയ്യുന്നൊരു കാര്യം കേട്ടോ, വഴുതനങ്ങ വീക്ക്നെസ്സാണ്. ആരോ കൊച്ചിന് പോയ ജന്മം വഴുതനങ്ങ വിഷം വെച്ച് കൊന്നു. തമാശയില്ലടാ. ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, തമിഴ് പടം കഴിഞ്ഞ് ഒരു നൈറ്റി എടുത്ത് അങ്ങോട്ട് ഇടും. അപ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ അന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മിയമ്മയൊക്കെ വെച്ചു, മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ, എടുത്ത് വെക്കട്ടെ. ഇപ്പം എവക്ക് വഴുതനങ്ങയാണെന്നുള്ളവിടെ മോൻ കണ്ടാ അറിയാം. ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഉടനെ ഇങ്ങോട്ട് വരുമ്പോൾ പരികർമ്മി ആരെന്നറിയോ? കലച്ചേച്ചി. ഞാനിതിനൊന്നും കൂടെ കയറൂല. കലച്ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് മക്കളെ അരിയട്ടെ, ഇന്ന് നീട്ടിയാണോ അതോ റൗണ്ടാണോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവർ ചെയ്തിട്ട് പുതിയ പരീക്ഷണം. ഒരു ആനീസ് കിച്ചൺ ആണെന്നാണ് അവരുടെ വിചാരം. നീട്ടി അങ്ങോട്ട് അരിഞ്ഞ് കുറേ സവാളയും കൂന കൂട്ടി വെച്ചിരിക്കുക.
ഇവളുമാരുടെ മുഖമേ കണ്ടുകൂടാ. കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക വഴുതനങ്ങയും. ഇതെന്തിന് അമ്മ മക്കളെ ഇത്രയും എന്തിന്? അമ്മ ചുമ്മാ ഇരി, അമ്മ പറഞ്ഞു തരാം. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ വഴുതനങ്ങയെന്ന് പറയുന്നൊരു സാധനം നമ്മൾ വെച്ച് കഴിയുമ്പം അതിൻ്റെ പറഞ്ഞു തരാം. അപ്പം ഞാൻ അകത്ത് പോയി ചോദിച്ചുകൂടാ, എന്തോന്ന് വഴുതനങ്ങ ചെയ്യുന്നു, നിനക്ക് എന്തെങ്കിലും അറിയാമോ, നീ എന്തെങ്കിലും ഉപകാരത്തിന് ഇങ്ങോട്ട് വന്നോ, അതിനെനിക്ക് നിന്റെ വഴുതനങ്ങ വേണ്ടല്ലോ, ഞാൻ ചോദിച്ചോ നിന്നോട്? ചുമ്മാ പടിയല്ല. നാളെ ഒരു വീട്ടിൽ പോകുമ്പം അവർ ഓരോ തരത്തിൽ ഓരോന്ന് പറയും. ഞാൻ പിന്നെ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും, ഞാൻ അത് കേട്ടോണ്ട് വേറൊരിടത്തും ഇരിക്കും. ഓക്കെ എടാ വെക്കാൻ. നമ്മളിപ്പോൾ വന്നു, റൂമിൽ വന്നു, ടി വി കണ്ടു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വഴുതനങ്ങയുടെ ഒരു മണം വരുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കലച്ചേച്ചി പ്രോത്സാഹിപ്പിക്കാൻ അവളെ പോലൊരു കൂടപ്പുറപ്പില്ല. നമ്മുടെ ഒരു കൊല ചെയ്താലും അവൾ നമ്മളെ അത് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ കൂടെ നിൽക്കും. ഇത് കൂടെ നമ്മുടെ കൂടെ ജീവൻ കൊടുത്ത് നിൽക്കും. പിന്നെ കലച്ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് അല്ല പ്രസവിച്ചു ആൺകുട്ടി എന്നൊക്കെ പറയില്ലേ ഡോക്ടേഴ്സ് പോലെ, സക്സസ് മിനിമോളെ നീ വന്ന് കഴിച്ചു നോക്ക്. അമ്മ ഇങ്ങോട്ട് എടുക്കട്ടെ. അമ്മ ആരേ? എൻ്റെ അമ്മ ആരെ എടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ട മക്കളെ. എൻ്റെ പൊന്നുമക്കളെ, ഈ മാതിരി പരീക്ഷണം ഇത്ര വർഷമായി നിങ്ങളെ. എൻ്റെ അമ്മയുടെ വർത്താനം ചിരിച്ച് കുടൽ വിരി. അമ്മ കഴിച്ചു നോക്കമ്മ, പൊടി പോണ അമ്മ. മക്കളെ ഇത്ര വർഷമായി ആർക്കും ഒരു ദ്രോഹം ഈ അമ്മ ചെയ്തിട്ടില്ല. സ്വന്തം മക്കളുണ്ടാക്കിയ വഴുതനങ്ങ കഴിച്ച് ആപത്തായി എന്നൊരു ആ ശാപം നിങ്ങളെ ചുറ്റി വരും. അമ്മ ശാപം. അമ്മ കൂടെ സംസാരിക്കണം. ഇപ്പം കണ്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് സാധനം അമ്മ വരുത്തമ്മ എനിക്ക് തരൂല്ല വരും, ഞങ്ങൾ തെറ്റിയിരിക്കുക. നമുക്ക് വേണോ ആലോചിച്ച് ഉറപ്പിച്ചോണ്ടാണോ നീ അമ്മ എന്നോട് ഇത് വരാൻ പറയുമ്പോൾ നോക്കട്ടെ, നമുക്കൊന്ന് കളിയാക്കാനെങ്കിലും വേണമല്ലോ. ഉടനെ കലച്ചേച്ചി കണ്ടോ നീ ആളാവല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ അടുക്കളയെ വന്നാൽ മതി. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ വരുന്നില്ലല്ലോ, എനിക്ക് വേണോ നീ പറഞ്ഞോ. വെക്കുമ്പോൾ ഉണ്ടടാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരില്ലേ ഉണ്ണിയപ്പം, ഇത് നമ്മൾ ആഞ്ഞു കടിച്ചാൽ ഇത് പറഞ്ഞു വരത്തേയില്ല. ഇതിനെ നമ്മൾ കഷ്ണം ആക്കി ഇങ്ങനെ വെക്കത്തില്ലേ, അതുപോലെ കടി പറ്റാതെ ഈ കുടംപുളിയൊക്കെ അരിഞ്ഞ പോലൊരു സാധനം. ഉടനെ അമ്മ 30 കിലോ വഴുതനങ്ങയ്ക്ക് എത്രയുണ്ട്? ഇത്ര തന്നെ എന്നെ കലച്ചേച്ചി. വഴുതനങ്ങ അമ്മയ്ക്ക് അറിഞ്ഞൂടെ, വഴുതനങ്ങ നമ്മൾ ഇട്ട് മെഴറ്റി കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി ആവുന്നതിന് മുമ്പേ വഴുതനങ്ങ വറ്റി ഇങ്ങനെ ആവും. അപ്പം എല്ലാവർക്കും കൂടി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കൂടെ എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടല്ലോ, മിനിമോക്ക് വേണ്ടല്ലോ, നമ്മളെ പുച്ഛിക്കല്ലേ. പിന്നെ അനിയന്മാർ, മോൻ അനിയന്മാർക്ക് നീ കൊടുത്താൽ ഇന്നത്തോടെ നിന്റെ വഴുതനങ്ങാക്കറി തീരും. മക്കളൊരു കാര്യം ചെയ്യും, മക്കളെ നാളെ ഒരു വീട്ടിൽ അയക്കൂലേ അമ്മ, അയക്കുമ്പോൾ മക്കൾ അവിടെ ചെന്നിട്ട് അവർക്കിട്ട് താങ്ങുക. അത് തന്നെ വേണം മക്കളെ, അത് തന്നെ. അതേ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കൂ, അടിക്കാനൊക്കൂ, അമ്മായിയമ്മയെ തല്ലാനൊക്കൂ, ഒന്നും പറ്റൂല. മക്കൾ വേറെ ഒന്നും ചെയ്യണ്ട. പോരെടുക്കുന്നതിന് മുൻപേ ഇപ്പം മക്കൾ വെച്ച സാധനത്തിൻ്റെ പേരെന്തോന്നു, ഇത് മക്കൾ 2 സ്പൂൺ എടുത്ത് അവർക്ക് കൊടുത്തേച്ചാൽ മതി. എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് ഈ ജന്മം അവർ വരും. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഞാൻ മോളെ ഇന്ന് വരെ യാതൊരു കാര്യത്തിനും പരീക്ഷണത്തിനും എല്ലാവരും തന്നാൽ കഴിക്കും. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ഇനി ആര് തന്നാലും കഴിക്കുകയില്ലടാ, എനിക്ക് പേടിയാ. എന്താ ചേച്ചി ഇവോട് ഈ തമാശയൊക്കെ പറഞ്ഞേ, അപ്പൊ ചേച്ചി തമിഴില് ശരിക്കും ചേച്ചി ഒരുപാട് സീരിയസ് റോൾസ് ആ ചെയ്തേക്കുന്നത് അല്ലേ, കോമഡി അധികം ചെയ്തിട്ടില്ല. പക്ഷെ മലയാളത്തിൽ ഇഷ്ടം പോലെ കോമഡിയും ചെയ്തിട്ടുണ്ട്. ആണോ ചേച്ചി അവിടെ? എൻ്റെ മോളെ അത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചെയ്ത ചിന്നവീട് എന്നുള്ള പടം, അത് വന്നിട്ട് കുറേയുള്ള നായികയാണ്. ഇപ്പോൾ അതേ ഡയറക്ടറുടെ പൊടിമോള് വന്ന മുന്താനിയും പിടിച്ചു. എനിക്ക് വന്നതെന്ന് പറയുന്നത് കറുത്ത് തടിച്ചൊരു പെണ്ണ്, ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ടൊരു പെണ്ണ്, ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു പെണ്ണ്. അപ്പോൾ ഈ ഒരു കുറവുള്ളത് കൊണ്ട് തന്നെ പിന്നെ വരുന്ന സിനിമകളെല്ലാം എല്ലാ ഹീറോയുടെ ആദ്യത്തെ വൈഫ് ക്യാരക്ടറായി മനസ്സിലായി. പിന്നെ ഞാൻ അത് സെലക്ട് ചെയ്തൊരു പടം കമൽ സാറിൻ്റെ സതലീലാവതി മാത്രമേ ഉള്ളൂ, ടൈറ്റിൽ ക്യാരക്ടറാണ്. പിന്നെ തിരുമതി ഒരു വെകുമതി എന്ന് പറഞ്ഞ പടം എൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കമലിക്ക് വിളിക്കുന്ന പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നൊരു പടം. അതിൽ മോഹിനി എന്ന് പറഞ്ഞു തീറ്റിപ്പണ്ടാരൻ ക്യാരക്ടർ. അതിന് ആരെന്തി എത്താനും പ്രശ്നമില്ല, അതിന് ആഹാരം കഴിക്കാൻ എന്നൊരൊറ്റ എയിമേ ഉള്ളൂ. അങ്ങനെ ആ റോളിൽ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ അത് കോമഡി ആണെന്നൊന്നും എനിക്കറിയില്ല. കോമഡി ഒന്നും ഞാൻ ചെയ്തുമില്ല. എനിക്കൊന്നും സിറ്റുവേഷൻസ് ആണ് അതിൽ ഹ്യൂമർ, എൻ്റെ എക്സ്പ്രഷൻസും ഡയലോഗും ഒന്നുമില്ല. എനിക്കന്ന് കോമഡി പറയാൻ അറിയേയില്ല. പക്ഷെ അതിൽ അങ്ങ് ക്ലിക്കായിട്ടാണ് ആ പെരുവണ്ണാപുരത്തെ മോഹിനിക്ക് ശേഷം ഞാൻ കോമഡി ആർട്ടിസ്റ്റാണ്. ശരിയാ. ശരിക്കും ഇവിടെ വന്ന കോമഡി കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ശരിക്കും ചിലയിടത്തൊക്കെ ഞാൻ കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ, ആ ചില ക്യാരക്ടറൊക്കെ ചേച്ചി തെലുങ്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അത് ഏതോ സിനിമയിലുണ്ട്, കുടുംബക്കോടതിയുടെ. ശരിയാ, കുടുംബക്കോടതി. ചേച്ചി അതൊന്ന് പറഞ്ഞു ചേച്ചി. പോനി പോനി എന്റെ തലമീതെക്കുത്താവാ నేను గుండూరు పార్వతి అంటేనా ഉപയോഗിക്കുന്ന ഡയലോഗ് എല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് കേട്ടാ
ഇണ്ടയും ഉണ്ണയും ഒക്കെയും ഒക്കെ അല്ലേ ഉള്ളൂ ആ ഭാഷ. നമുക്കത് കണ്ടിന്യൂ ചെയ്യാനൊക്കില്ല. പക്ഷെ അത് നല്ല വേഷമായിരുന്നു മലയാളത്തിൽ. അതെന്താ നെഗറ്റീവ്സിനെ ഷെഡിലാക്കാൻ വരുന്ന ക്യാരക്ടറല്ലേ. അതുകൊണ്ട് ഓഡിയൻസ് എല്ലാം ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ചേച്ചിക്ക് ഫീൽഡിലൊക്കെ വരാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ചേച്ചി? പാവമല്ലേ അവള്, നല്ല ഫീച്ചേഴ്സ് ആയിരുന്നു അവളുടെ. സുന്ദരിയല്ലേ അവള്, ഏത് ആംഗിൾ ക്യാമറ വെച്ചാലും സുന്ദരി. സൗത്ത് ഇന്ത്യൻ മോണോലിസ് അവാർഡ് കിട്ടിയതാണ് എൻ്റെ മോങ്ങൾ പോണിഞ്ഞൂന്. മെല്ലി ഇറാനി സാറാണ് അത് പറഞ്ഞത്, അന്നത്തെ ക്യാമറാമാൻ. ഒട്ടും താല്പര്യം, ഒച്ചയും കുറവല്ലേ. പക്ഷേ ശ്രീകുമാരൻ തമ്പി സാർ, ഞങ്ങൾ ഫാമിലി ഭയങ്കര അടുത്ത ഫാമിലി. അപ്പം വിദ്യാമ്മ, സ്വന്തം എന്ന പദം എന്നുള്ള സിനിമ, വിദ്യാമ്മയാണ് അമ്മ, മൂത്ത ചേച്ചി അംബിക ചേച്ചി. അപ്പം അവരുടെ ഫീച്ചേഴ്സ് ഏകദേശം ഒരുപോലല്ലേ. അപ്പം അതുപോലെ ഇളയ ഒരു കുട്ടി വേണം, അതുപോലെ ഇരിക്കണം ഒരു കൊച്ച്. അങ്ങനെ തമ്പി സാറാണ് പറയുന്നത്, ഇങ്ങനെ വി പി നായരുടെ മകള് അതുപോലിരിക്കും, ഇവരുടെ അതേ മുഖം. അങ്ങനെ വന്നാ. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ അവൾ കസറി. ഞാൻ വിചാരിച്ചേയില്ല അവൾ അങ്ങനെ കളിച്ചൊക്കെ അങ്ങനെ പെർഫോം ചെയ്യുന്നു. പക്ഷെ അവിടെ ഉള്ളിൽ ആ കലയുണ്ട്. മോളെ ഞങ്ങൾ പൊടിമോളി ജന്മം വരുമെന്ന് വിചാരിച്ച കുട്ടിയല്ല. അയ്യോ മനുഷ്യ പറ്റൂല. ഇപ്പം എൻ്റെ മോൾ ആ സ്വഭാവമാണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആറന്മുള ഉണ്ണിച്ചേട്ടൻ്റെ എതിർപ്പുകൾ പടം. അന്ന് പൊടിമോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, കുഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് കണ്ടാ അറിയാടാ. അപ്പോൾ വന്ന് വിളിച്ചിട്ട് എന്നെ വിളിക്കാൻ വന്നാ. അപ്പോൾ എനിക്കെന്നാ ഹെൽത്ത് കുറച്ച് പ്രോബ്ലം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ കൊച്ചിന് വയ്യ, അതുകൊണ്ട് വിടാക്കത്തില്ല ഉണ്ണി, നീ വേറെ ആരെങ്കിലും നോക്കുക. അയ്യോ ചേട്ടാ പറ്റത്തില്ല ചേട്ടാ, ആ കൊച്ചി തന്നെ വേണം. ഒരു 13-14 വയസ്സുള്ള കൊച്ച. ആരെന്നാ ഹീറോസ്? മമ്മൂക്ക, ലാലേട്ടൻ, മമ്മൂക്ക, രതീഷേട്ടൻ, ഇത്രയും പേര് പ്രേമിക്കായി കൊച്ചിനെ. അച്ഛൻ നീ എണീറ്റ് പോടാ, ഈ 13 വയസ്സുള്ള ഈ ഊപ്പ കൊച്ചിനെ ആരൊക്കെയാണ് പ്രേമിക്കുന്നത്? ചേട്ടാ അത് അങ്ങനെ ഒരു ക്യാരക്ടർ. പക്ഷേ അദ്ദേഹത്തിനെ പോലും ഇത്രയും പോസിറ്റീവ് എനർജിയുള്ളൊരു മനുഷ്യനുണ്ടല്ലോ. ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ, ചേട്ടാ എനിക്ക് പറ്റത്തില്ല ചേട്ടാ, ഇവിടുന്ന് തന്നെ ഒരു കൊച്ചു വേണം. അവൾ കലച്ചിച്ച് തന്നില്ല, അവൾ തെലുങ്ക് പടത്തിന് ഹൈദരാബാദാണ്. പിന്നെ അച്ഛൻ പറഞ്ഞു, കൊച്ചിന് വയ്യെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. സ്കൂൾ വിട്ടിത് കയറി വരിക, 7ാം ക്ലാസ്സിൽ പഠിക്കുക. പൊക്കം ഉണ്ടല്ലോ അന്നേ, നല്ല ഹൈറ്റ്. അപ്പം അപ്പം ഒരാളിനെ കണ്ട അപ്പം മുഖം പൊത്തുള്ളു. അയ്യോ ചേട്ടാ ഇതാരാ? ചേട്ടൻ തന്നെ അതിൻ്റെ മുഖം. ചേട്ടാ ഈ കൊച്ചു മതി. അച്ഛൻ എണീറ്റ് പോടാ, മനുഷ്യൻ്റെ വെട്ടത് വരാത്ത ഇതിനെ കൊണ്ടുപോയി നീ എന്തോ ചെയ്യാനാ ഈ 13 വയസ്സുള്ള ഈ കൊച്ചിനെ? ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, ഈ കൊച്ചു നാളത്തെ സൂപ്പർ സ്റ്റാറാ. ഇതിൻ്റെ ഉണ്ണിയേട്ടൻ കേൾക്കുമ്പം അത് കാരണം പെട്ടെന്ന് അച്ഛൻ സൂപ്പർ സ്റ്റാറോ, ഇത് നാടകത്തിൽ പോലും ഞാൻ ശ്രമിച്ചിട്ട് വരാത്ത കൊച്ചാ, പിന്നെ സൂപ്പർ സ്റ്റാർ. ഈ ഉണ്ണിയേട്ടനാണ് മമ്മൂക്കയോട് ഈ പടം കഴിഞ്ഞ് മമ്മൂക്കയെ കാറി കയറ്റി വിട്ടിട്ട് പറഞ്ഞത്, അടുത്ത വരുന്ന ബെൻസില കേട്ടോ, അടുത്ത വലിയ ഇയാൾ സൂപ്പർ സ്റ്റാറായിട്ടേ വരും. അങ്ങനെ ആ നാക്ക് ഫലിക്കുന്നൊരു മനുഷ്യൻ. അതിനുശേഷം 8ാം ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞ് 8ലെ എക്സാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കലച്ചേച്ചിയെ മുന്താനയും മുടിച്ചിട്ട് വിളിക്കുന്നത്. അപ്പോൾ അന്ന് കലച്ചേച്ചി ബിസിയാണ്. അന്ന് ഊരുമുറവെന്നൊരു തമിഴ് ഫിലിം, കലച്ചേച്ചി ശിവാജി സാറും പ്രഭുവുണ്ട്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലച്ചേച്ചിയാ പ്രവീണ ചേച്ചി ബുക്ക് ചെയ്ത്, ഭാഗ്യരാജ് സാറിൻ്റെ വൈഫ്. നല്ല സുന്ദരി ഒരു കുട്ടി, നല്ല ഫീച്ചേഴ്സ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യരാജ് സാറ് പ്രവീണ ചേച്ചി വന്നു ഞങ്ങളുടെ വീട്ടിൽ. വന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞ് ഭാഗ്യരാജ് സാർ AVM-ൽ. അപ്പോൾ അങ്ങനെ കാണാൻ പോയപ്പോൾ ഈ കൊച്ചു സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വശത്തെ പിന്നൽ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന, ഒരു വശം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവക്ക് ചിരിയാ, ഭാഗ്യരാജ് സാറെല്ലാം ഒരു ബുദ്ധിയില്ലാത്ത പോലത്തെ ക്യാരക്ടറല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ ചിരി. ചെന്നിട്ട് ഇങ്ങനെ ചാരി നിന്നപ്പം ചെയ്യാൻ പറ്റൂല, അമ്മ പറഞ്ഞു സോറി ചെയ്യാൻ പറ്റില്ല, അവർ ഡേറ്റ് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ കവലപ്പെടുന്നെങ്കിൽ ഇതനുപ്പങ്ക എന്ന് പറഞ്ഞു. അത് കേട്ട വഴിക്ക് ഇവള്, അമ്മ ഞാൻ ഇറങ്ങി വെളിയിൽ നിൽക്കാം, അമ്മ വന്നിട്ട് എന്നെ നമുക്ക് കാറി കയറി പോവാം, നമുക്ക് പോവാം, എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ മലയാളത്തിൽ അടങ്ങണമെന്ന് ചൊല്ലിയിട്ട് പോറെങ്കിൽ വാ, നീതാ ഇന്ന പടത്തിലെ ഹീറോയിൻ. ഇവള് വായിക്കാത്ത വെച്ച് പറഞ്ഞാൽ വെളിയിൽ കേൾക്കൂലല്ലോ. എന്തിൻ്റെ അസുഖം? ഞാൻ ഇതോടെ ഇൻഡസ്ട്രി വിടാൻ പോകണം അമ്മ, ഫീൽഡ് വിടാൻ പോകണം അങ്ങിരുന്നു. കുമരൻ സാർ, AVM കുമരൻ അടുത്ത വൈജയന്തിമാലയായിട്ട് വരികയുള്ളൂ. അവരുടെ പടമാണ് വാഴ്കൈ, വൈജയന്തിമാല അമ്മ. അങ്ങനെയാണ് ആ പടത്തിൽ ചേർന്നത്. പക്ഷേ മോളെ അതാ പറയുന്നത്, നമ്മുടെ നമ്മളൊരു സ്ഥലത്ത് നമുക്ക് ആദ്യം തോന്നും, പേടിയും ഒക്കെ തോന്നും. പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലെ കഴിവുകൾ എപ്പോഴാണ് പുറത്ത്. ഇപ്പം ഇതിലും മോള് വർഷങ്ങൾക്ക് ശേഷം നീ വരുമ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാവും, ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ഇല്ലേടാ, തോന്നൂലേ? നിനക്ക് തോന്നും, അയ്യോ ഞാൻ എങ്ങനെ നിൽക്കും, ശരിയാവൂ, എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതാ പറഞ്ഞേ, ഇത് കഴിയുമ്പോൾ അതാണ് പറഞ്ഞത്. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഏത് മറച്ച് നിൽക്കരുത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു എഴുത്തിന്, എനിക്ക് എഴുത്തുകാരി എനിക്കൊന്നും അറിയില്ല. ആദ്യമായിട്ട് എൻ്റെ മൈ സ്റ്റോറി ഞാൻ എഴുതുമ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കൽപ്പന എഴുതി തുടങ്ങിയപ്പോൾ മോളെ എനിക്കതിൽ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അതിശയി കൊച്ചി എങ്ങനെ അഭിനയിച്ചു. ഒരു വർഷം 225 ദിവസമാണ് ആ സിനിമ ഓടിയത്, മുന്താനിയും പിടിച്ച്. അപ്പോൾ അത് ഓരോരുത്തരുടെ, എന്നാൽ ഏറ്റവും കൂടുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്റ്റാർ ആകുമെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത്.
കാരണം പഠിക്കുമ്പോഴും ഞാൻ പറയും എല്ലാത്തിലും സജീവമല്ലേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, എൻ്റെ ഫ്രണ്ട്സ് പറയും ഇപ്പം എന്ത് സ്റ്റാർ നീ അന്നല്ലേ സൂപ്പർ സ്റ്റാർ ഇതിനേക്കാൾ. ചേച്ചി മലയാളത്തിൽ തന്നെ നല്ലൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കാര്യം അമ്പിളിച്ചേട്ടനുമായിട്ട് ചെയ്തപ്പോൾ നല്ലൊരു കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിൽ. ആ ഒരു കെമിസ്ട്രി വേറെ ഒരു പേരിനും ഒക്കത്തില്ല എന്ന് ഞാൻ പറയും. ഇല്ലേ? ശരിക്കും ചേച്ചിയുടെ അഭിപ്രായത്തിൽ ശരിക്കും അമ്പിളിച്ചേട്ടന് അർഹമായ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല മോളെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ അദ്ദേഹം 1500ഓളം സിനിമകൾ അഭിനയിച്ചു, ചെയ്യാത്ത വേഷങ്ങളില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന്. ഇപ്പോൾ ഒരു കോമഡി ആർട്ടിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പോലും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കവല എന്നുള്ള ക്യാരക്ടർ പത്മരാജ് സാറിൻ്റെ. അത് കുറച്ച് ഇപ്പം ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അന്യരാജ്യങ്ങളിൽ അങ്ങനല്ല. ഓസ്കാർ കിട്ടുന്നത് ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർക്കും ഓസ്കാർ. നമ്മുടെ നാട്ടിൽ സെപ്പറേറ്റ് ആണ് ഹ്യൂമർ. കോമഡി ചെയ്യാൻ എന്ത് കറക്റ്റാണ്. ഇവരൊക്കെ ഉള്ളിലൊക്കെ വലിയ ഒരു കോമാളി ലെവലിലാണ് അവർ ചിന്തിക്കണേ. കോമഡിക്ക് അർഹമായ വാല്യൂ ഇവിടെ എങ്ങുമില്ല. എന്നാൽ ഇവിടെ ജഗതി ചേട്ടൻ എത്ര സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കണം. സത്യം. ഇവിടെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടേണ്ട നടൻ അദ്ദേഹമായിരുന്നു. സീരിയസ് ആയിട്ട് അഭിനയിച്ചാലോ, സീരിയസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഏതൊരു ക്യാരക്ടർ അഭിനയിക്കുന്നു. എന്തോ കർമ്മഫലം അദ്ദേഹം തിരിച്ചു വരും. ഒരുപാട് നന്മയും ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് ധർമ്മവും നന്മയും ചെയ്ത മനുഷ്യനാണ്, നന്ദിയുള്ള മനുഷ്യനായിരുന്നു. പണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് അദ്ദേഹം നടന്ന കാലത്ത് അദ്ദേഹത്തിന് ചാൻസ് കൊടുത്ത മനുഷ്യരുടെ പടത്തിൽ പോയി അഭിനയിച്ച് അദ്ദേഹം പൈസ വയ്ക്കൂല. ഞാൻ വന്നേക്കാം നാളെ 11 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. 11 മണിക്ക് അദ്ദേഹം വരും. അതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലൊരു അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരമൊന്നും കിട്ടിയെന്നില്ല. അതിന് ഞാൻ പറഞ്ഞ കോമഡി സീരിയസിലേക്ക് എനിക്ക് ഇനി സീരിയസ് റോൾസ് മതിയെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള റീസണും അതാണ്. ഞാൻ ഏകദേശം 200ഓളം മലയാള ചിത്രങ്ങളായി. ഇന്ന് വരെ എൻ്റെ ഒരു കോമഡി ഇപ്പോൾ കുടുംബക്കോടതി ഇറങ്ങിയ സമയം കലക്കി കൽപ്പന ചേച്ചി കലക്കി, ഇത്രയേ ഉള്ളൂ. കേരള കഫേ മുതൽ കേരള കഫേ കഴിഞ്ഞു, ഇന്ത്യൻ റുപ്പി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡോൾഫിൻ ബാർ, അതിനുശേഷം സ്പിരിറ്റ്, ഇതിനിടയ്ക്ക് പകൽ നക്ഷത്രം എന്നൊരു സിനിമയുണ്ട്, അതിനുശേഷം ഇപ്പോൾ ഓടുന്ന ചാർലി വരെ. ചേച്ചി എന്തുവാ നിങ്ങളുടെ എൻ്റെ മൊബൈൽ ഇന്ന് എടുത്ത് നോക്കണം, ഇപ്പോൾ വന്ന 10 മെസ്സേജിൽ 9 മെസ്സേജ് ആ ക്യാരക്ടറായിരിക്കും. ഞാൻ കോമഡി ചെയ്തപ്പോൾ ആരും എനിക്ക് മെസ്സേജ് അയച്ചില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സീരിയസ് ആണ്. മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. ശരിയാ ചേച്ചി. ഇപ്പൊ ഈ പുതിയ ജനറേഷനിലെ സിനിമയിൽ ഒരുപാട് കോമഡീസ് ഉണ്ട്, പഴയതും. അതുമായിട്ട് ചേച്ചി കമ്പയർ ചെയ്യുമ്പം എന്താ ചേച്ചിയുടെ അഭിപ്രായം? അല്ല മോളെ, പഴയതെന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പടം കാണുമ്പോൾ ഭാസി സാറും ലത ചേച്ചി അവർ മാത്രമായിരുന്നു. അന്ന് ഒത്തിരി, ഞാൻ തുറന്നു പറയാം മോളെ, അശ്ലീലങ്ങൾ ഒരുപാട് പറയും അന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ടാവും അശ്ലീലമായ കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഒരുതരം കളി പോലെ അങ്ങനെ വന്നിരുന്നു. ജഗതി ചേട്ടൻ ഇന്നസെൻ്റ് ചേട്ടൻ എന്നൊരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നു, വിദ്യാഭ്യാസമുള്ള കുറച്ച്. ജഗതി ചേട്ടനൊക്കെ സിനിമയിൽ നമുക്ക് ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ കാണാമെന്നല്ലാതെ ഒരു മോശമായിട്ടൊരു ഒരു ദ്വയാർത്ഥ ലുക്ക് അദ്ദേഹം കൊടുക്കൂലല്ലോ. അദ്ദേഹം ആദ്യം പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ അതൊക്കെയാണ് ഹാൻഡ്സ് ഓഫ്. അദ്ദേഹം വരണം. കാരണം അവർ പറഞ്ഞു അനിയങ്ങി വാ ചേട്ടാ, അപ്പം നോക്കുമ്പോൾ ഇവരെ ഒന്ന് ഇരുത്തി നോക്കിക്കോണം. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ ഇരുത്തി നോക്കുന്ന എന്തിനാ അവരെ നടി വാങ്ങിച്ചു പിടിക്കാനാ? അല്ല ഏട്ടാ, അവർ നമ്മൾ കുറച്ച് റോങ് ആയിട്ടാണ് ഇതിൽ. അതെനിക്ക് തോന്നണമല്ലോ, എനിക്ക് സീനിൽ തോന്നുന്നുണ്ടോ റോങ് ആണെന്ന്. എന്തിനവരെ ഇരുത്തി നോക്കേണ്ട കാര്യം എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറയും. പിന്നെ ഇന്നസെൻ്റ് ചേട്ടൻ നമ്മൾ ഫോട്ടോയ്ക്ക് വന്നാലും തൊട്ട് നിൽക്കണമെന്ന് എനിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്നോ കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവരെ, കുഞ്ഞുങ്ങളുടെ പിഞ്ചിലെ അവർ പഴുത്തോട്ടെ, നമ്മൾ പഴുപ്പിക്കണ്ട, നമ്മൾ ഞെക്കി പഴുപ്പിക്കണ്ട. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്ത് നമ്മൾ എന്താ പറയുക, രഹസ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നതാണ് ഇന്നത്തെ ഹ്യൂമർ എന്ന് പറയുന്നത്. നമ്മുടെ വിശേഷമൊക്കെ പറഞ്ഞു കുഞ്ഞെന്തായി? ഇപ്പൊ മോളെ 11-ലെത്തി, 11ാം ക്ലാസ്സിലെത്തി. മിടുക്കിയാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. എന്നെ പോലെയല്ല, ഏകദേശം പൊടിമോളെയൊക്കെ പോലെ കൊച്ചിലെ മനുഷ്യൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര റിസർവ് ടൈപ്പാണ്. അമ്മ പോലെ ഇല്ല. അത് ടീച്ചേഴ്സ് ചോദിക്കും ചോയ്സിലെ, കൽപ്പനയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ചോദിക്കും. പൊടിമോടെ മോള് നേരെ തിരിച്ച് ഞാൻ തന്നെ. അയ്യോ, സന്ധിക്കുന്നവൻ തമ്പുരാൻ. അവർക്ക് പേടിയൊന്നുമില്ല. കസിൻസ് ഒക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോഴത്തേനും ഒക്കെ അവർക്ക് ആ ഒരു ക്യാരക്ടർ കുറച്ച് വരികയല്ലേ? കാരണം കലച്ചിയുടെ മോൻ അമ്പൂറ്റി മോൻ ഭയങ്കര. ഈ 2 കുഞ്ഞുങ്ങളെയാണ് അമ്മ കുഞ്ഞിലെ ജനിച്ച് ചൂടുമാറാതെ അമ്മയുടെ കൊടുത്ത് 2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഈ 2 പേരും ഒരുപോലെയാണ്. പതുക്കെ സംസാരിക്കും. പിന്നെ ഭയങ്കര കരുണയാണ്, ഭയങ്കര കരുണയുള്ള കുട്ടികളാണ് 2ഉം. ഭയങ്കര സെൻറ്റിമെൻസും ഒക്കെയാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സഹായികൾ പറയാറുണ്ട്, എന്ത് നല്ല മക്കള്. കാരണം ചെന്നിട്ട് ആൻറ്റി എനിക്ക് ഇത്തിരി കാപ്പിയിട്ട് തരൂ, പാല് കുറച്ച് പറയാം മോളെ. അങ്ങനെ എൻ്റെ അമ്മ ചോദിക്കുന്നത് അങ്ങനെ,
അപ്പൊ അതിൽ ഞാൻ അമ്മ കണ്ടു വളർന്നതാണ്, അതുകൊണ്ടാ ശരിക്കും. അമ്മ പറയും താഴ്ന്ന ശബ്ദത്തിലേ ചോദിക്കാവൂ, ഹൈറ്റ് നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മൾ ഹൈറ്റില്ല. ഏറ്റവും നല്ലൊരു അഡ്വൈസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏക പുണ്യം ആ വയറ് ജനിച്ചതാണ്. എൻ്റെ പുണ്യമെല്ലാം ആ വയറ്റ് ജനിച്ചതാണ്. പിന്നെ എൻ്റെ അച്ഛനാണ് ഗുരു. അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റൊരാളുടെ അടുത്ത് വരരുത്. ആരുടെ ഒരു പുരുഷൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. പ്രായഭേദം അനുസരിച്ച് അനിയ മോനെ എന്ന് വിളിച്ചേ സംസാരിക്കാവൂ. മോനെ ഇങ്ങ് വന്നേ വിളിച്ചു നോക്കൊരു പയ്യൻ, അവൻ അമ്മയെ പോലെ നിങ്ങളെ കാണുള്ളൂ. സത്യം. എന്താ സതീഷ് കുമാർ ഇന്നലെ മുതൽ ഫോൺ ചെയ്തിട്ട് എടുത്തേ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അവൻ നാളെ വന്ന് ഞാൻ നാളെ നേരത്തെ വിളിക്കാടി മത്തേ എന്ന് പറയും. അമ്മ പറയും താഴ്ന്ന സ്റ്റെപ്പിൽ നിന്നേ പെരുമാറാവുള്ളൂ, ഞെറ്റത്തെ പടിയിൽ നിന്നേ സംസാരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും പറയും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മളൊരാളെ കളിയാക്കുക ഞങ്ങളും ചെയ്തിട്ടില്ലടാ. അയ്യോ റാസിയ കുത്തി സംസാരിക്കുക, നോവിപ്പിക്കുക. ഇത് കാരണം എൻ്റെ അമ്മ ഞങ്ങൾക്ക് തന്നിട്ട് ഏറ്റവും വലിയ മൂല്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് ഇന്നും ഇൻഡസ്ട്രി വന്നാലും ഇപ്പം എത്ര വർഷം കഴിഞ്ഞ് ഞാൻ അമൃതയിൽ വരികയാണ്, ഇന്നും ഒരാളിയോ ഞങ്ങളുടെ ചേച്ചി വന്നു എന്നേ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ തന്ന ആ മൂല്യങ്ങൾ അച്ഛനും അമ്മയും തന്നാണ്. ചേച്ചി എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എൻ്റെ മീൻകറി 4 വശത്തിൽ നിന്നാണ് കഴിച്ചു നോക്കിയത്. 4 വശവും കൊള്ളാം. സാധാരണ എല്ലാ വശവും ഈക്വൽ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എവിടെങ്കിലും ഒരു സംഭവം കുറയും, അസാധ്യ. അത് കൈപ്പുണ്യമൊക്കെ മോളെ അതൊക്കെ ദൈവത്തിന്റെ നളപാചകം എന്നൊക്കെ കേട്ടുള്ള ഈശ്വരന്റെ അനുഗ്രഹം. നല്ല ഫുഡ് തന്നു. അതിനേക്കാളും നല്ല ഞാൻ എത്ര വർഷം മുമ്പാണ് കാണുന്നേ, അന്ന് എന്ത് വയസ്സ് നിനക്ക്, എന്ത് കൊച്ച്. അപ്പം അന്നും വലിയൊരു ബഹളിയായി ഞാൻ ആനിയെ കണ്ടിട്ടേ ഇല്ല. ഒരു വലിയ ബഹളി കൊച്ചായിട്ടോ അല്ലെങ്കിൽ അന്നും ഇതേ സോഫ്റ്റ്നെസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മോളെ കീപ്പ് ഇറ്റ് അപ്പ്. കുടുംബം നല്ല കുടുംബമായി ഒരു കുറവുമില്ലാതെ നിനക്ക് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. കേട്ടില്ലേ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിക്ക് ആഹാരം വെച്ച് കൊടുത്തതിലും എനിക്ക് ഒരുപാട് തൃപ്തി. ഇപ്പം ചേച്ചി പറഞ്ഞ ഈ വാക്കുകളിൽ എനിക്ക് ഒരുപാടുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് നിറവ്, എന്താ പറയുക, ഒത്തിരി നിറഞ്ഞു തുളുമ്പുവാന്ന് തോന്നുന്നു. ചേച്ചിയോട് വർത്താനം പറഞ്ഞ വിശേഷങ്ങൾ തീരില്ല. ചേച്ചിയുടെ എന്നാ പറയുന്നത്, ഈ ചിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. അതുപോലെ ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, നമ്മുടെ സമയം നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കും സമയത്തിൻ്റെ കൂടെ പോയാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ വെക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.